നമുക്ക് ലബനനിലേക്ക് പോകുമ്പോൾ ലബനനിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുകയാണ്. അതിനിടെ തലസ്ഥാന നഗരമായ ബെയ്റൂട്ടിൽ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള കമാൻഡർ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഹിസ്ബുള്ളയുടെ റോക്കറ്റ് വിഭാഗം പ്രധാനിയായ ഇബ്രാഹിം ഖുറേസിയാണ് കൊല്ലപ്പെട്ടത്. ഖുറേഷിയെ കൂടാതെ 6 പേർ കൂടി കൊല്ലപ്പെട്ടു എന്നാണ് വിവരം. തുടർച്ചയായ 2ാം ദിനവും ഈ ആഴ്ചയിലെ 3ാമത്തെ ആക്രമണവുമാണ് ഇസ്രായേൽ നടത്തിയത്. ഇതോടെ ലബനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 569 എന്ന വലിയ ഒരു കണക്കിലേക്ക് മാറുകയാണ്. ഏതാണ്ട് 1842ഓളം ആളുകൾക്ക് ഈ ആക്രമണത്തിൽ പരിക്കേറ്റുണ്ട്. 50 കുട്ടികളും 88 സ്ത്രീകളും ഈ ആക്രമണത്തിൽ മരിച്ചു എന്നാണ് പുറത്തുവരുന്ന വിവരം. അതായത് 300ഓളം കേന്ദ്രങ്ങളിൽ ഇന്നലെ ഇസ്രായേൽ ബോംബ് വർഷിച്ചു. ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് 2006 നടത്തിയ ഒരു ആക്രമണമുണ്ട്. യുദ്ധമൊക്കെ അന്ന് യുദ്ധ സാഹചര്യമായിരുന്നു അന്ന് പശ്ചിമേഷ്യയിൽ. അതിനുശേഷമുള്ള ഏറ്റവും ശക്തമായ ആക്രമണം തുടർച്ചയായി നടത്തുന്നു എന്നുള്ള ഒരു പ്രധാന കാര്യമാണ് നടക്കുന്നത്. ബെയ്റൂട്ട് ലക്ഷ്യമാക്കി കിഴക്കൻ മേഖലകളിൽ നിന്ന് ജനങ്ങൾ വൻതോതിൽ പലായനം ചെയ്യുന്നു എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. തങ്ങളുടെ പൗരന്മാരോട് ലെബനോൻ വിടാൻ അമേരിക്ക ആവശ്യപ്പെടുന്നു. അത്രത്തോളം സ്ഥിതിഗതികൾ രൂക്ഷമാണ്. ഇതിനിടെ മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയന്റെ പ്രതികരണമാണ്. അതായത് യുദ്ധപ്രഖ്യാപനം നടത്തിയ ഇസ്രായേലിനെതിരെ ഒറ്റയ്ക്ക് പോരാടാൻ ഹിസ്ബുള്ളയ്ക്ക് സാധിക്കില്ല എന്നുള്ള ഒരു പ്രഖ്യാപനത്തിൽ ഇറാന്റെ ഒരു പിന്തുണ ഹിസ്ബുള്ളയ്ക്ക് ലഭ്യമാക്കും എന്നാണ് അദ്ദേഹം പരോക്ഷമായി സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. ഈ എല്ലാ രാജ്യങ്ങളിൽ നിന്നും ശക്തമായ പിന്തുണ ലഭിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഇസ്രായേൽ. അതായത് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിൽ നിന്നും മറ്റും ആ ഇസ്രായേലിനെ പ്രതിരോധിക്കുകയും അവർ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന പശ്ചാത്തലമുണ്ട്. അതിനാൽ അവരെ തോൽപ്പിക്കുക പ്രയാസമാണ് എന്നാണ് ഇറാന്റെ ഒരു വിലയിരുത്തൽ. അതനുസരിച്ച് പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇറാന് ഹിസ്ബുള്ളയെ പിന്തുണയ്ക്കുമോ എന്ന കാര്യത്തിൽ നിന്നൊരു വ്യക്തത പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല എന്നതുകൂടി ചേർത്ത് വായിക്കണം. ലെബനനെ മറ്റൊരു ഗാസയാക്കി മാറ്റരുത് എന്ന് ഐക്യരാഷ്ട്രസഭ ആവശ്യപ്പെട്ടു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തുവിടുന്നുണ്ട്. അതിശക്തമായ ആക്രമണം ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട്. ചോരക്കളമാണ് ലെബനൻ എന്ന് വേണം. കാരണം ഈ ഹിസ്ബുള്ള തീവ്രവാദികളെ ഹിസ്ബുള്ളയാണ് ലക്ഷ്യം വെക്കുന്നത് എങ്കിൽ പോലും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരാണ് മരണപ്പെടുന്നത്. സാധാരണ ജനങ്ങളാണ് മരണപ്പെടുന്നത് എന്നുള്ളതാണ്. നേരത്തെയും ഗാസയിലും സമാനമായി തന്നെയായിരുന്നു സ്ഥിതിഗതികൾ. ഗാസ ഏതാണ്ട് 80% ഹമാസിനെയും ഇസ്രായേൽ നശിപ്പിച്ചു കഴിഞ്ഞു. അവർക്ക് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു ഉയർത്തെഴുന്നേൽപ്പിന് സാധ്യമല്ലാത്ത വിധത്തിൽ ഹമാസിനെ ഇസ്രായേൽ ഏതാണ്ട് അവസാനിപ്പിച്ച മട്ടാണ് ഇപ്പോൾ അവിടെ നിന്ന് ഉയരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ അടുത്ത ഘട്ടമായി തങ്ങളുടെ ശത്രുവായ ഹിസ്ബുള്ളയ്ക്ക് നേരെയും പേജർ ആക്രമണമായിരുന്നു തുടക്കത്തിൽ. പേജർ ആക്രമണത്തിലൂടെ അനവധി ആളുകളെ ഇസ്രായേൽ ഇല്ലാതാക്കി. 46ഓളം മരണങ്ങൾ സംഭവിച്ചു. നിരവധി ആളുകൾക്ക് അംഗഭംഗം വന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഈ വ്യോമാക്രമണം എന്നുള്ളതാണ് സ്ഥിതിഗതികൾ ഗൗരവതരമാക്കുന്നത്. ഹിസ്ബുള്ള കമാൻഡർ കൊല്ലപ്പെട്ടതായിട്ടുള്ള സ്ഥിരീകരണം ഹിസ്ബുള്ളയും നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആക്രമണം ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ലല്ലോ. അതായത് ഇന്നലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ഒരു പ്രസ്താവനയിലൂടെ ലെബനിലെ ജനങ്ങളോട് പറഞ്ഞത് തങ്ങളുടെ പോരാട്ടം ഹിസ്ബുള്ളയ്ക്കെതിരെയാണ്, സാധാരണക്കാർക്കെതിരെ അല്ല. അതുകൊണ്ട് നിങ്ങൾ പരമാവധി മാറി നിൽക്കുക, നിങ്ങൾ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറുക, ഞങ്ങളുടെ ആക്രമണം തുടരുമെന്ന് തന്നെയാണ്. അപ്പോൾ അത് സംഭവിക്കുകയാണ്, വീണ്ടും ആക്രമിക്കുകയാണ്. അതായത് ഇന്ന് ഓരോ ലക്ഷ്യസ്ഥാനങ്ങൾ വെച്ചാണ് ഇസ്രായേലിന്റെ ആക്രമണം. കമാൻഡർ വളരെ പ്രധാനപ്പെട്ട അവരുടെ റോക്കറ്റ് ഇതിന്റെയൊക്കെ ചുമതല വഹിക്കുന്ന. നിങ്ങൾ പലായനം ചെയ്തോളൂ എന്ന് പറയുന്നത് ഇത് ആദ്യമായാണെന്ന് തോന്നുന്നു. അവിടുത്തെ ആളുകളോട്, ജനങ്ങളോട് ഉള്ളതെല്ലാം എടുത്ത് മാറിപ്പോകാൻ പറയുന്നത് വലിയൊരു കൂട്ട പലായനം അവിടെ ഒന്നും ഉണ്ടാകുന്നുണ്ടല്ലോ. അതിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? മറ്റൊരു നഗരത്തിലേക്ക് എത്തുമ്പോൾ അവിടുത്തെ സ്ഥിതിഗതികൾ, അവിടുത്തെ ജനജീവിതത്തെ അത് വളരെയധികം ബാധിക്കും. ആ പലായനത്തെ കുറിച്ച് കൂടി. അതായത് ഈ നഴ്സറികളും വിദ്യാലയങ്ങളും ഒക്കെ അടച്ച് പശ്ചാത്തലം, അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല. തുടർന്ന് ജനങ്ങൾ വലിയ ഭീതിയിൽ, ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ പേജർ ആക്രമണത്തിന് ശേഷം വലിയ ഭീതിയിലാണ് ജനങ്ങൾ. അവർക്കൊരു സംവിധാനവും ഉപയോഗിക്കാൻ പറ്റാത്ത പശ്ചാത്തലമുണ്ട്. ഇതിവിടെയാണ് ഇത്രയധികം പലായനം നടക്കുന്നത്. ഇപ്പോൾ ഈ സാധാരണക്കാരായ ജനങ്ങളൊക്കെ പല സ്ഥലങ്ങളിലേക്ക്, കിഴക്കൻ ലെബനനിലേക്കും മറ്റും പാഞ്ഞു പോകുന്നു. അവർ പോകുന്നു എന്ന വിവരങ്ങളുണ്ട്. മറ്റ് രാജ്യങ്ങളൊക്കെ തങ്ങളുടെ ചുറ്റുമുള്ള രാജ്യങ്ങൾക്ക് അതിർത്തികൾ അടച്ച പശ്ചാത്തലം കൂടിയുണ്ട്. ഈ 3 തരത്തിലുള്ള പ്രതിസന്ധിയാണ് ലെബനൻ അഭിമുഖീകരിക്കുന്നത്. ഒന്ന്, ഈ ഗാസയിൽ നിന്നും മറ്റും വന്ന അഭയാർത്ഥികളെ ഉൾക്കൊള്ളിക്കുക എന്നുള്ളത്. ഒപ്പം അവരുടെ ആഭ്യന്തര സുരക്ഷിതത്വത്തിന്റെ കാര്യവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ലെബനൻ അഭിമുഖീകരിക്കുന്നു. ഒപ്പം ഹിസ്ബുള്ളയ്ക്ക് ജനങ്ങൾക്കിടയിൽ നഷ്ടപ്പെടുന്ന ഒരു വിശ്വാസ്യത, അങ്ങനെ വിവിധങ്ങളായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ് ലെബനൻ. പക്ഷെ അവർക്ക് UN ഒക്കെ പ്രസ്താവന നടത്തുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ലോകരാജ്യങ്ങളുടെ പിന്തുണ എത്രത്തോളം ലഭിക്കുന്നുണ്ട് എന്ന കാര്യത്തിലൊക്കെ സംശയമുണ്ട്. ഇതിനിടയിലാണ് ഈ തത്സമയ സംപ്രേഷണത്തിനിടെ ഉണ്ടായ മിസൈൽ ആക്രമണത്തിൽ ഒരു മാധ്യമപ്രവർത്തകന് പരിക്കേറ്റു എന്ന വിവരം കൂടി പുറത്തു വരുന്നത്. ലെബനിലെ ബാൽബാക്കിലുള്ള വീട്ടിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത്. അത്തരത്തിൽ എല്ലാ മേഖലകളും കേന്ദ്രീകരിച്ചുള്ള ഒരു
ശക്തമായ ആക്രമണമാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് തടയാൻ ആർക്കും സാധിക്കുന്നുമില്ല എന്നുള്ളതാണ് പ്രധാനം. അമേരിക്കയും കൂടുതൽ സൈന്യത്തെ ഈ പശ്ചിമേഷ്യൻ മേഖലയിലേക്ക് വിന്യസിച്ചു കഴിഞ്ഞു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ശരി.